ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിക്ലാസ് ബ്രൗൺ. ഡിജിറ്റൽ മല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയൊരു പ്ലേസിലാണ്. മരട് ഗ്രിഗോറിയയിൽ തന്നെയുള്ള ഒരു പ്ലേസാണത്. ഒരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, നിറച്ചും വള്ളികളൊക്കെ പടർന്ന് കിടക്കുന്ന ഇതൊരു ഗുഹ പോലത്തെ ഒരു ഏരിയ ആണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ ഇതിന് ശേഷം ഇടയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഈ ഒരു ഏരിയനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ പഠിക്കാൻ നേരത്ത് ക്ലാസ് 8, 9, 10 ആ കാലയളവിൽ ക്ലാസ് കട്ട് ചെയ്തൊക്കെ വന്നിട്ട് കുറേ സമയം, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ന് വേണമെങ്കിൽ പറയാം, ഇവിടുത്തെ പുഴയിൽ ചാടി കുളിക്കുക, തെങ്ങുമെന്ന് കരിക്കൊക്കെ ഇട്ട് കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന വെച്ചാൽ ഒരു ഏരിയ ആണ്. ഇത് ഒരു സ്പെഷ്യൽ ഏരിയ ആണ്, ഒരു ഗുഹ പോലത്തെ ഒരു ഏരിയ ആണ്. മരങ്ങളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തിരിച്ച് നടുക്കൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂലയിൽ ഒരു തെങ്ങും മേൽ ഒരു ചെറിയൊരു തെങ്ങും തൈ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ, ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തത് ആപ്പിളിൻ്റെ ഐപാഡ് എയർ എന്നുള്ള മോഡലാണ്. ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഡ്രീം ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, എന്നെ സംബന്ധിച്ചിട്ടാണ് സംഭവം തന്നെയാണ് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, ആപ്പിളിൻ്റെ ആ ഒരു ടാബ് യൂസ് ചെയ്യുക, ഫോൺ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ടാബ് എടുക്കാൻ കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ബേസിക്കലി ഗ്രാഫിക് ഡിസൈനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ക്ലയൻസിനായിട്ടൊക്കെ മീറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു ടാബിലൊക്കെ നമ്മളുടെ വർക്കുകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രൊഫഷണൽ ക്വാളിറ്റി കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു ടാബ് എടുത്തത് ഫിനാൻസിലാണ്. ഞാൻ പറഞ്ഞായിരുന്നു, റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്കില്ല. അപ്പം അത് ഫോൺ എടുക്കണോ അല്ലെങ്കിൽ ടാബ് എടുക്കണോ എന്ന് ഞാൻ ആദ്യം കുറച്ച് ആലോചിച്ചു. പിന്നെ എൻ്റെ വർക്കിൻ്റെ ഭാഗം കൂടി ആയതുകൊണ്ടിട്ടാണ് ഞാൻ ടാബ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ലോണൊക്കെ അടച്ച് തീർത്തതിന് ശേഷം പയ്യെ ഒരു ഫോണിലേക്ക് കിടക്കാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ലൈഫിലേക്കും വളരെ യാദൃശ്ചികമായിട്ട് വളരെ സർപ്രൈസ് ആയിട്ട് എൻ്റെ ലൈഫിലേക്ക് നമ്മുടെ ആപ്പിളിൻ്റെ ഫോൺ എത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, ആപ്പിളിൻ്റെ 14 Max Pro എന്നുള്ള മോഡൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. 256 GB. അതിൻ്റെ വലിയൊരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ. ഇത് തന്നത് വേറെ ആരുമല്ല, എൻ്റെ വൈഫ് തന്നെയാണ്. വൈഫ് അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സാണ്. അപ്പോൾ അവൾ ലീവിന് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നൊരു ഗിഫ്റ്റാണ്. ഇത്രയും വലിയ സർപ്രൈസ് ഞാൻ വിചാരിച്ചില്ല, കാരണം അതിന് ഏകദേശം ഒരു 1,30,40 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഞാൻ എടുക്കാമെന്നുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. ആപ്പിളിൻ്റെ ടാബിൻ്റെ പൈസയൊക്കെ പയ്യെ അടച്ച് തീർത്തിട്ട് 8 മാസം 9 മാസം കൊണ്ടൊക്കെ തീരും അതിൻ്റെ ഫിനാൻസ്. അത് തീർന്നതിന് ശേഷം എടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി പങ്കുവെക്കുക. കൂടാതെ മാത്രമല്ല, ഒരു ചെറിയൊരു അൺബോക്സിങ് പോലെ കാണിക്കുക എന്നുള്ള സംഭവം കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ തെങ്ങിൻ്റെ ഒരു മടലിൽ, ഇങ്ങനെ പോയിക്കുന്ന മടലിൽ ഞാൻ നമ്മുടെ ഫോണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എടുക്കട്ടെ. കണ്ടാ, എനിക്കിഷ്ടപ്പെട്ടൊരു കളർ തന്നെയാണ് കേട്ടോ പർപ്പിൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഈ ഒരു ഫോൺ എനിക്ക് കിട്ടിയിട്ട് 1 മാസമായി. കഴിഞ്ഞ 16-ാം തീയതി എനിക്ക് കിട്ടിയാണ്. അതായത് നവംബർ 16-ാം തീയതി എൻ്റെ കയ്യിൽ സംഭവം കിട്ടി. ഇന്നിപ്പോൾ ഡിസംബർ 15-ാം തീയതി എൻ്റെ വൈഫ് തിരിച്ചു പോവുകയാണ്. ഇത്രയും നാളായിട്ട് ഞാൻ ഈ ഫോൺ അൺബോക്സ് ചെയ്തില്ല. വേറെ ഒന്നുമല്ല, വൈഫിനെ എൻ്റെ കൊച്ചിനെയൊക്കെ കൂട്ടി ഒരുമിച്ച് അൺബോക്സിങ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് തിരക്കായിരുന്നു, അറിയാലോ. 1 മാസം ലീവിന് നാട്ടിൽ വന്നു. ഇവിടുന്ന് കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും, ഫാമിലി കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോകണം. അങ്ങനെ പിന്നെ ഒരു ദിവസം ടയേർഡായിരിക്കും, വീടെടുക്കാൻ പറ്റില്ല. പിന്നെ മഴ, എപ്പോഴെങ്കിലും മഴ പെയ്യാന്നൊരു സമയം, ഒരു കാലാവസ്ഥയും കൂടിയാണ്. പിന്നെ അങ്ങനെ നീണ്ടുപോയി. ഇന്നിപ്പോൾ പുള്ളിക്കാരത്തൊരു വിഷമം പറഞ്ഞു. വേറെ ഒന്നുമല്ല, ഈ ഫോൺ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒന്നും എടുക്കാറുന്നില്ലേ എന്നുള്ള രീതിയിൽ എടുത്തു. ഇപ്പോൾ സമയം ഞാൻ പറയാം 3:05 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. പിന്നെ മാത്രമല്ല, ഇവിടെ എത്തിയപ്പോഴത്തേക്കും റോഡ് മൈക്കിൽ ചാർജ് ഇല്ല. ഇപ്പോൾ നമ്മുടെ Insta360യുടെ ആ ഓൺ മൈക്കിൽ തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ചെയ്യുവാണ്. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് അടിച്ച് നോക്കി നേരത്തെ, അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്നുള്ളത് Insta360യുടെ ഡയറക്റ്റ് വോയിസ് റെക്കോർഡിങ്ങിൽ നിന്ന് കിട്ടുന്ന അതേ സൗണ്ട് തന്നെയാണ്. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പം അതും നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അങ്ങനെ iPhone 14 Pro Max എൻ്റെ ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും വലിയൊരു സംഭവം ഒന്നും ആയിരിക്കില്ല കേട്ടോ. ഞാനൊരു സാധാരണക്കാരനാണെന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ കയ്യിലേക്ക് ഇത് എത്തിയത്. ഇത് കണ്ട iPhone 14 Pro Max 256 GB ആണ്. നിങ്ങളെല്ലാവരും അത്യാവശ്യം ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും.
മാളുകളിലൊക്കെ ആണെങ്കിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും. എന്തായാലും അറിയാലോ ആപ്പിളിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി. മെയിനായിട്ട് എനിക്ക് വീഡിയോ ഒക്കെ കവർ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശമാണ്, അങ്ങനെയും കൂടി ഒരു ഉദ്ദേശമുണ്ട്. അടിപൊളി. അതിൻ്റെ മുകളിലത്തെ ആ ഒരു സംഭവം തുറന്നു കളഞ്ഞു. ഇതിനൊരു കവർ ഇടാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നുണ്ടോ, പക്ഷേ ഇനി സമയമില്ല, 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അറിയാമല്ലോ, ഒരു ചാർജറിൻ്റെ കേബിൾ വരുന്നുണ്ട്. ചാർജറിൻ്റെ അകത്ത് ഉണ്ടാവില്ല. പിന്നെ നോർമലി എല്ലാ ഇതിലും തന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, മെനു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും ടാബ്, ഞാൻ ആദ്യമായിട്ട് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ടാബാണ്. ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഒരു 2-3 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധാരണ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. പക്ഷേ അത് എന്തായാലും ഞാൻ അതായിട്ട് ഇണങ്ങി. ആ സെയിം പോലെയൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത്. എന്തായാലും ഇതാണ്, അതെ നോക്കിക്കോ. പിന്നെയുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഗിംബൽ എന്ന് പറയുന്നത് DJIയുടെ OM5 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് USB ആണ് വരുന്നത്, കണ്ടോ. അപ്പോൾ റോഡ് മൈക്ക് ആണെങ്കിലും ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കുത്തി ഒന്ന് യൂസ് ചെയ്ത് നോക്കണം, റോഡ് മൈക്ക്. അപ്പോൾ സാധാരണ Insta360യിലും നമുക്ക് ഡയറക്റ്റ് കുത്തി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗിംബലിലുള്ള ഒരു പ്രശ്നം എന്നുള്ളത്, ഗിംബൽ നമ്മുടെ റോഡ് മൈക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു കവറല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഷോപ്പിലൊക്കെ ഒരുപാട് അന്വേഷിച്ചു ഇത് കിട്ടാനായിട്ടാണ്. പക്ഷേ അവൈലബിൾ അല്ല, സ്റ്റോക്കില്ല, പുറത്തുനിന്നാണ് വരുന്നത്, ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഡൽഹിയിൽ നിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരുപാട് അന്വേഷിച്ചു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനതെടുത്തിട്ട് എന്താ പറയുക, റോഡ് മൈക്ക് എടുത്തിട്ട് ഏകദേശം ഒരു 1 year ആയി. അപ്പോൾ Insta360 എടുത്തിട്ട് 1 year ആയി. അപ്പോൾ ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു കേസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ പുറകെ അധികം പോയി സമയം കളഞ്ഞിട്ടില്ല, ഉള്ളത് കൊണ്ടൊക്കെ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. ഇതാണ് മക്കളെ, നമ്മുടെ കയ്യിൽ എത്തിയിട്ടാ. എന്താ പറയുക, സന്തോഷം വേറൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇതിനി ഓൺ ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യുന്നില്ല, നേരെ വൈഫിൻ്റെ അടുത്ത് കൊണ്ടുപോകണം, ഓൺ ചെയ്യണം, 1-2 ഫോട്ടോസൊക്കെ എടുക്കണം, നേരെ എയർപോർട്ടിലൊക്കെ വെച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ വീഡിയോ എടുത്തത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. കാരണം എൻ്റെ ഈ ഒരു ക്യാമറ അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടൊരു തെങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ ഇത് കണ്ടോ. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടണമെന്ന് എനിക്കറിയില്ല. കണ്ടോ, നല്ല അടിപൊളി സംഭവമാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ നോക്കുക, നല്ല വെയിൽ കായാൻ വേണ്ടി നല്ല നല്ല സാധനങ്ങളൊക്കെ കൂടെ കിടക്കാറുണ്ട് ഇടക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു സംഭവം ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തത്. കണ്ട, ഒരു ദിവസം ഇപ്പം ഇന്ന് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്കൊരു ചാനലുണ്ട് വേറെ, എർത്തല ഫുഡ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നൊരു ടെൻറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയായിരിക്കില്ലേ? രാത്രിയുള്ള ഇവിടുത്തെ ഒരു ഫീൽ എന്തായിരിക്കും അല്ലേ? പകല് നമുക്ക് എല്ലായിടത്തും പോകാനായിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, രാത്രി എന്തായിരിക്കും ഇവിടുത്തെ വൈബ്. എന്തായാലും നല്ലൊരു ഭീകരാന്തരീക്ഷം തന്നെയായിരിക്കും. അവിടെ ചീങ്കണ്ണിയൊക്കെ കയറി വരുമെന്നൊക്കെ അറിയാം. എന്തായാലും ചീങ്കണ്ണിയൊക്കെ അത്യാവശ്യം വെള്ള ഏരിയ ആണിത്. എൻ്റെ വെള്ളമൊക്കെ ഇത്രയും പറ്റ് ഇവിടെ കയറി കിടക്കുവാണ്, ഉണ്ടോ. എന്തായാലും 2 പേരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് സ്റ്റേ ചെയ്യാം. എന്തായാലും ചിക്കനൊക്കെ കുക്ക് ചെയ്ത് പോലീസുകാരൊക്കെ പിടിക്കുമെന്നറിയില്ല. പിന്നെ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസും വ്ളോഗർമാരൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ചെയ്ത് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് നമ്മൾ വേറെ ദുരുദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോലീസുകാർ വന്നാലും ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമായിരിക്കാം. എന്തായാലും ഒരു ദിവസം വന്ന് നോക്കണം. നല്ലൊരു ആംബിയൻസ് ആണ്. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. താഴത്തെ അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ളൊരു ടപ്പോളൊക്കെ വിരിക്കേണ്ടി വരും ടെൻ്റ് അടിക്കണമെങ്കിൽ. അപ്പം ഇതാണ് ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ ചെയ്ത ലൊക്കേഷൻ. അപ്പോൾ മച്ചന്മാരെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ iPhone 14 Pro Max എൻ്റെ കയ്യിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വിഷ്വൽസൊക്കെ എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് Insta360 നിന്നുള്ള ആ ക്യാമറ വെച്ചിട്ടാണ്. അതിൽ നിന്നുള്ള ഡയറക്റ്റ് സൗണ്ട് റെക്കോർഡ് വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. വേറെ റോഡിനെ മൈക്കോ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ അമർത്തുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡിജിറ്റൽ മല്ലുവിൻ്റെ പുതിയ വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ നിക്ലൗസ് ബ്രൗൺ. Goodbye.